അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഒരുപാട് ലേറ്റായില്ലേ? എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഇന്ന് സ്റ്റോറി കേൾക്കാൻ കഴിയില്ലെങ്കിൽ നാളെ കേട്ടോളൂ കേട്ടോ, ഇൻഷാ അല്ലാ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. മാഷിത്ത വാശിയിലാണ്. സുന്ദരനായ സുമുഖനായ ആ ചെറുപ്പക്കാരനെ കണ്ടതു മുതൽ മാഷിത്തയുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹമാണ്. എന്തെന്നറിയില്ല, വല്ലാത്തൊരാഗ്രഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് അദ്ദേഹത്തിൽ അലിഞ്ഞു ചേരണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊതിച്ച വ്യക്തിയാണ് അദ്ദേഹം. എത്രയോ ആളുകൾ എന്നെ കാണുവാൻ വന്നു, കോടീശ്വരന്മാരായിട്ടും സുന്ദരന്മാരായിട്ടും അങ്ങനെ പലരും. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹത്തെ ഒരു നോട്ടം കണ്ടതു മുതൽ എൻ്റെ മനസ്സിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഹംദാൻ, ഞാൻ അങ്ങയുടെ പത്നിയായിക്കൊള്ളട്ടെ, എനിക്ക് ജീവിക്കണം അങ്ങയുടെ കൂടെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനോടും അവൾ ഈ കാര്യം പറയുകയാണ്. അല്ലയോ ഉമ്മേ, ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ കാലങ്ങളായി കൊതിച്ചിരുന്നത് ഇദ്ദേഹത്തെയായിരുന്നു. ഇദ്ദേഹത്തെ പോലൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല. മോളെ, ഒരിക്കൽ പോലും എൻ്റെ മോൾ അതിന് തയ്യാറാവരുത്. കാരണം അത്രക്കും നമ്മൾ പാവങ്ങളല്ല. പിതാവും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. മോളെ ബത്തൂൽ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്ന കാര്യം നീ പറയരുത്. ഒരു നിമിഷം അവർ എപ്പോഴും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, എന്താണ് ഏതാണെന്നറിയാതെ മറ്റൊരു വിവാഹത്തിന്, അദ്ദേഹവുമായുള്ള വിവാഹത്തിന് തയ്യാറാകുന്നത് ഒരിക്കലും ശരിയല്ല. ഉമ്മയുടെയും ഉപ്പയുടെയും എതിർപ്പ് അത് അവളെ കൂടുതൽ അലസോരപ്പെടുത്തി. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്കുള്ള ഇണയെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് ഒത്തിരി ഇഷ്ടം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ മുഖം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വരികയാണ്. ബാബാ, ഉമ്മി, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. മോളെ, അങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർ എവിടെ നിന്നോ കയറി വന്നവരാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കും. നമ്മൾ അവർക്ക് ആശ്രയം കൊടുത്തതാണ്. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ എന്താ മോളെ നീ പറയുന്നത്? ആ മാതാവും പിതാവും മകൾക്ക് കഴിയുന്ന രീതിയിൽ ഉപദേശങ്ങൾ കൊടുത്തു. പക്ഷേ അവൾ അതിൽ നിന്ന് പിന്തിരിയുവാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ആ മാതാവ് പറയുകയാണ്, പൊന്നുമോളെ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ ഉമ്മയും ഉപ്പയും പറയുന്ന എത്രയോ ബന്ധങ്ങൾ വന്നിട്ടും നീ അതെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ക്ലീനിങ്കാരനെ കണ്ടപ്പോൾ നീ ഇത്രയധികം മനസ്സ് മാറാൻ എന്ത് കാരണമാണ് നിനക്കുണ്ടായത്? എന്താണ് നീ അവനിൽ കണ്ടത്? ശരിയാണ്, അവന് അല്പം സൗന്ദര്യമുണ്ട്, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. പിന്നെ എന്താണ് നീ കണ്ടത്? എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടോ? മോളെ, നീ അതെല്ലാം മറക്കണം. എൻ്റെ പൊന്നുമോൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എൻ്റെ പൊന്നുമോൾ, ഇതൊന്ന് സൂക്ഷിച്ച് കേൾക്കണം കേട്ടോ. എന്താ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി. അവൾ വാശി പിടിക്കുകയായിരുന്നു. അതെ, ഹംദാൻ്റെ കൂടെ ജീവിക്കാൻ. എന്നാൽ ആൺവേഷത്തിൽ ശരിക്കും ഹംദ എന്ന ആ പെണ്ണ് തികച്ചും ഒരു സുന്ദരൻ യുവാവായി മാറിയിരിക്കുകയായിരുന്നു. ഏതൊരു പെൺകുട്ടിയും അവനെ കണ്ടാൽ ഒന്ന് നോക്കിപ്പോകും. ആ രീതിയിലായിരുന്നു അവൻ്റെ ആ ഒരു വേഷവിധാനങ്ങളും അവൻ്റെ ആ പൂമുഖ ഭംഗിയും എല്ലാം കൂടെ. അതിൽ ആകൃഷ്ടയായിരിക്കുകയാണ് നമ്മുടെ മാഷിത. മോളെ, നീ ഇതെല്ലാം മറക്കണം. നമുക്ക് വേറെ വിഷയങ്ങൾ സംസാരിക്കാം. ഇല്ലമ്മ, അത് പറ്റില്ല. മോളെ, ഞാൻ നിനക്ക് ചെറുപ്പത്തിൽ ഒരുപാട് കഥകളെല്ലാം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതങ്ങ് മറന്നു കളയാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് അദ്ദേഹത്തെ വേണം ഉമ്മ. തികച്ചും അതാ അവിടുത്തെ രാജകുമാരി അതിന് വാശി പിടിക്കുകയായിരുന്നു. മോളെ, എന്താ നീ ഇങ്ങനെ? വാ, എൻ്റെ പൊന്നുമോളായിട്ട് എൻ്റെ അരികിലേക്ക് വരൂ. ഇവരൊക്കെ ഭിക്ഷക്കാരാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന്. അതെ, നമ്മളിവിടെ ഒരു ജോലി കൊടുത്തത് ഈ ഭിക്ഷക്കാർക്ക് എന്തെങ്കിലും ഒരു ജോലിയായിട്ട് അതുകൊണ്ട് ക്യാഷ് കൊണ്ട് അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും അവരെ നമ്മൾ വിവാഹം കഴിക്കാൻ നിൽക്കാനൊന്നും പാടില്ല. മോളെ, നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. മോള് തന്ന് കേൾക്ക്.
ഈ കഥ നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. അതിദരിദ്രനായ ഒരു അറബി ഉണ്ടായിരുന്നു. അതുപോലുള്ള അറബി എങ്ങാനും ആയിരിക്കും ഇതൊക്കെ. നമ്മളെങ്ങനെ ചേരേണ്ടതല്ലേ ചേരാൻ പറ്റുള്ളൂ. ഉം, പറയൂ, എന്താണ് ഉമ്മ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ ഉമ്മ ആ മകൾക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിദരിദ്രനായ ഒരു അറബി ഉണ്ടായിരുന്നു അങ്ങകലെ സൗദി അറേബ്യയിൽ ട്ടോ. അറബിക്ക് കൽക്കരിക്കനെയാണ് ജോലി. ഒരു ദിവസം ജോലിക്ക് പോയ വഴിയിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടെ ദയനീയമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇദ്ദേഹം കണ്ടത്. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായിരുന്നു. അറബിയോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? അറബി പറഞ്ഞു, ആ തരാലോ. അയാളുടെ ഉച്ചക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം എടുത്ത് പ്രായമായ ആൾക്ക് കൊടുക്കുകയാണ് അയാൾ ചെയ്തത്. എന്നാൽ അദ്ദേഹം അത് ആർത്തിയോടെ ഭക്ഷിക്കാൻ തുടങ്ങി. അറബിക്ക് സന്തോഷമായി. ആ പ്രായമായ മനുഷ്യൻ സന്തോഷത്തോടു കൂടി നടന്നുപോയി. അങ്ങനെ അറബിക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അറബിയാണെങ്കിൽ ഭക്ഷണം വച്ചിരുന്ന സഞ്ചിയുടെ അടുത്തേക്ക് നടന്നു. അതിനടുത്തെത്തി സഞ്ചിയിൽ കൈയിട്ട് പാത്രമെടുത്തു. പാത്രത്തിന് നന്നായിട്ട് ഭാരം തോന്നി. അറബി പാത്രം തുറന്നപ്പോൾ അതിശയമായി. പാത്രത്തിൽ അറബിക്ക് കഴിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് പോയി ഇദ്ദേഹം. പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. തൻ്റെ പാവപ്പെട്ട ആ ഒരു വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് വലിയൊരു കൊട്ടാരമാണ്. ഭാര്യയെ വിളിച്ചു. ഭാര്യ അതിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താണിത് സംഭവിച്ചത്? നമ്മുടെ വീട് ഇത്രയധികം എങ്ങനെ വലുതായി? ഞാൻ ഇവിടുന്ന് ഭക്ഷണ പൊതിയുമായി പോകുമ്പോൾ അത് ചെറുതായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത് ഇത്രയധികം വലുതായി എന്ന് ചോദിച്ചപ്പോൾ, അറിയില്ല, നിങ്ങൾ ഭക്ഷണവുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശരിയാണ്. പിന്നീട് ഞാൻ തന്നെ അത്ഭുതപ്പെടുകയായിരുന്നു, വീട് പെട്ടെന്ന് വലുതാകുന്ന പോലെ. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഇന്നും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം എല്ലാവർക്കും. ഈ നാട്ടിൽ ഒരാളും പട്ടിണി ഉണ്ടാവാൻ പാടില്ല. ഞാൻ പാചകം ചെയ്തു തരുന്ന ഭക്ഷണമെല്ലാം നിങ്ങൾ വിശക്കുന്നവർക്ക് കൊടുക്കണം. രാവിലെ ഈ ഭാര്യയും ഭർത്താവും എന്നും ഭക്ഷണപ്പൊതി തയ്യാറാക്കും. വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ആരെ കണ്ടാലും അത് എടുത്തു കൊടുക്കും. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത്. പെട്ടെന്ന് മാഷിത്ത് ചോദിച്ചു, ആ പാവങ്ങളായ അവർക്ക് പെട്ടെന്നൊരു കൊട്ടാരം പോലത്തെ വീടും കാര്യങ്ങളും ഉണ്ടായില്ലേ? എന്തുകൊണ്ട് എൻ്റെ ഹംദാൻ ഉണ്ടായിക്കൂടാ? ഉമ്മ, ഉപ്പ, നിങ്ങൾ എന്തൊക്കെ കഥകൾ പറഞ്ഞിട്ട് എന്നെ നിങ്ങളൊരിക്കലും പിന്തിരിപ്പിക്കാൻ നോക്കരുത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ, മോളെ നീ വേണ്ടാത്തതൊന്നും പറയല്ലേ. എന്തൊരു കഷ്ടമായി പോയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അർബ, നിങ്ങൾ ഹംദാനോട് സംസാരിക്കൂ, അല്ലാതെ വഴിയില്ല. മോളെ എത്രയൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടും ഇല്ല, അവൾ അതിൽ നിന്ന് പിന്തിരിയൊന്നുമില്ല. പാവപ്പെട്ടവനാണെങ്കിൽ പാവപ്പെട്ടവൻ, എന്തായാലും വേണ്ടിയില്ല. ഹംദാനോട് നിങ്ങൾ കാര്യമൊന്ന് സംസാരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മകളെ നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. ഒടുവിൽ മനമില്ലാ മനസ്സോടു കൂടി ആ മാതാവും പിതാവും അതിനുവേണ്ടി സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഷാമിൽ ഇതറിയുന്നു. ലാ ഹൗല വലാ, പടച്ച റബ്ബേ, പെട്ടുപോയല്ലോ. രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ആണിൻ്റെ വേഷം അവളെ കൊണ്ട് കെട്ടിച്ചത്. റബ്ബേ, ഇത് വല്ലാത്തൊരു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക റബ്ബേ? എനിക്കറിയുന്നില്ല. അജ്മലിനെ തേടിയാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ശരിയാണ്, ഹംദ അവൾ സുന്ദരിയാണ്. എന്നാൽ ആൺവേഷത്തിൽ അവൾ കൂടുതൽ മനോഹരമായതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ആ അറബിക് വേഷത്തിൽ ഹംദ എന്ന ഹംദാനെ കാണാൻ വല്ലാത്തൊരു മൊഞ്ച് കൂടിയിട്ടുണ്ട്. ഏതൊരു പെണ്ണും, എന്തിന് പെണ്ണ് മാത്രമല്ല ഏതൊരാണും കൊതിച്ചു പോകും അവളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ. ഹോ, അജ്മലിന് അവളെ ഒന്ന് എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ
എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും അജ്മൽ അവൾക്ക് വേണ്ടി. അവളും അതെ, അവളുടെ രക്ഷകനായിട്ടാണ് അജ്മലിനെ അവൾ കാണുന്നത്. അത്യധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത്, ഡിപ്രഷൻ അനുഭവിച്ച സമയത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് തൻ്റെ അജ്മലാണ് എന്നുള്ള ചിന്തയായിരുന്നു അവൾക്കുണ്ടായത്. പഠിച്ചോനെ, അവരുടെ ആഗ്രഹം സാധിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏറെ ഗുലുമോലാകുകയാണല്ലോ അല്ല. അതോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ പെണ്ണാണെന്ന് അറിയുന്ന നിമിഷം എന്തായിരിക്കും? അവൾക്ക് ധൈര്യം കൊടുത്തേ തീരൂ. ഹംദ, അവൾ ഒരുപാട് ടയേർഡായ കുട്ടിയാണ്. അവൾ ഒരുപാട് വിഷമിച്ചതാണ്. പക്ഷേ അവൾക്ക് ധൈര്യം കൊടുക്കൽ എൻ്റെ ബാധ്യത തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും അവളോട് കാര്യങ്ങളെല്ലാം പറയണം. അന്ന് രാത്രി അതാ ഷാമിലിൻ്റെ കൂടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഹംദ ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുകയാണ്. ഹംദ, നിനക്ക് അറിയാമോ, ഇവിടുത്തെ രാജകുമാരിക്ക് നിന്നോട് മുഹബത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു നിൽക്കാണ്. ഒരിക്കൽ പോലും നീയൊരു പെണ്ണാണെന്ന് അറിയില്ല. ഹംദ, ഒരിക്കലും നീ വിഷമിക്കരുത്, ടെൻഷൻ ആവരുത്. ധീരയായ ഒരു പെണ്ണിൻ്റെ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടിയതാണ്. ശരിക്കും ഹംദ ഷാമിലിനോട് ചോദിക്കുന്നു, ഷാമിൽ, എന്താണത്? ഞാൻ എന്ത് ചെയ്യാ? ഞാൻ ഇനിയിപ്പോൾ പെണ്ണാണെന്ന് പറഞ്ഞാൽ അവരെന്നെ വെറുതെ വിടുമോ? ഇല്ല, തീർച്ചയായും അവർ വെറുതെ വിടില്ല. കാരണം അറബികളൊക്കെ കണ്ടാൽ ഇല്ല, ഒന്നും സംഭവിക്കില്ല. തൽക്കാലം നീ ആണായി തന്നെ അവിടെ നിലകൊള്ളണം. നിനക്ക് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. രക്ഷപ്പെടാൻ അതൊക്കെ വഴിയുള്ളൂ, അല്ലാതൊരു വഴിയുമില്ല. നമ്മൾ പെട്ടെന്നൊരു നിമിഷം ഞാൻ ആണല്ല, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? തീർച്ചയായും ഇവിടുത്തെ അറബി തന്നെ നിന്നെ കണ്ടാൽ മോഹിക്കും. അതുകൊണ്ട് ഒരിക്കൽ പോലും നീ അത് വെളിപ്പെടുത്തരുത്. തൽക്കാലം ഈ ഒരു നിലയിൽ തന്നെ തുടരുക. ശരിക്കും ഹംദക്ക് ഭയമായി. ഷാമിൽ, ഞാൻ എന്ത് ചെയ്യും? അതെ, ഒരു പക്ഷേ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും. അതൊന്നും വിഷയമാക്കണ്ട, വിവാഹം കഴിക്കുക. പക്ഷേ ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയാത്ത രീതിയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഹംദക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഹംദ ക്ഷമയോടെ കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. എന്താ, അത് കേൾക്കാൻ ഹംദ തയ്യാറാവുകയാണെങ്കിൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഷാമിൽ ഹംദയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും പതറരുത്. അതെ, രാജകുമാരി വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കും, നിക്കാഹ് കഴിക്കും. അതിലൊന്നും പതറരുത്, തളരരുത്. ഞാൻ പറയുന്ന ഈ ഒരു ചരിത്രകഥ കേട്ട് കഴിഞ്ഞാൽ ഹംദ, നീ ഒരിക്കലും അതിൽ പരാജയപ്പെടുകയില്ല. എല്ലാത്തിനും വിജയമുണ്ട്. നമ്മുടെ മനസ്സിലെ ഈമാനുണ്ടെങ്കിൽ, നമുക്ക് തഖ്വയുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ രക്ഷപ്പെടും, അതുറപ്പാണ്. അല്ലാതെ ഒരിക്കൽ പോലും നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹംദ, നിന്റെ അജ്മൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ, അങ്ങോട്ട് പോകണ്ടേ? തീർച്ചയായും ഷാമിൽ, അജ്മലില്ലാത്ത ജീവിതം എനിക്ക് നരകതുല്യമാണ്. ഞാനിവിടെ നിൽക്കുന്നതിനുള്ളൂ. എൻ്റെ മനസ്സ് മുഴുവൻ അജ്മലിൻ്റെ അരികിലാണ്. അജ്മൽ എനിക്കൊന്ന് കണ്ടുമുട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ. ഷാമിൽ, എന്നെ ഹെൽപ്പ് ചെയ്യൂലേ? തീർച്ചയായും. നിന്നെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുവാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മുൽ ഖൈർ, എൻ്റെ മേഡം, നമ്മൾ പറഞ്ഞു വിട്ടത്. എന്ത് ചെയ്യാൻ, വിധി ഇങ്ങനെയായിപ്പോയി. ഇവിടെ എത്തിപ്പെട്ട് നിന്നെ കണ്ടപ്പോൾ അവൾക്ക് നിന്നോട് മുഹബത്തുമായി, ഇവിടുത്തെ രാജകുമാരിക്ക്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകണം നമുക്ക് അജ്മലിൻ്റെ അരികിലേക്ക്. അതിനുവേണ്ടി ഞാൻ നിനക്ക് ചില സൂത്രങ്ങൾ പറഞ്ഞു തരാം. അതല്ലാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഷാമിൽ, എനിക്ക് പറഞ്ഞു തരണം. ഞാൻ എന്ത് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. ഈ ആൺവേഷത്തിൽ ഞാനിവിടെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് സാരമില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ശരിക്കും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി ചേർത്ത ഒരു അതിഗംഭീരമായ ഒരു കഥയുണ്ട്. അത് ധൈര്യയായ ഒരു പെണ്ണിൻ്റെ കഥ.
എന്താ അതുപോലെയൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും. തൽക്കാലം എൻ്റെ കൂടെ ഒരു രാത്രിയെങ്കിലും ഇരുന്ന് ആ കഥയൊന്ന് നീ കേൾക്കണം. ഒരിക്കലും അതൊരു കെട്ടുകഥയല്ല, അതൊരു ചരിത്രകഥയാണ്. ഷാമിൽ, എനിക്ക് അത് പറഞ്ഞു തരണം. എന്താണ് അതിലുള്ളത്? എനിക്ക് പറഞ്ഞു തരണം. അതെ, നിന്റെ അവസ്ഥ അനുഭവിച്ച ഒരു മഹതിയുടെ കഥയാണത്. എൻ്റെ അവസ്ഥയോ? അതെ. നിനക്കറിയുമോ ആ ചരിത്രം? അറിഞ്ഞാൽ നമ്മളൊക്കെ കരഞ്ഞു പോകും. ആ രീതിയിലാണത്. ഹംദ, ഒരു പക്ഷേ ആ ചരിത്രം കേട്ടറിഞ്ഞാൽ നിനക്കൊരു പക്ഷേ നല്ല രീതിയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അജ്മലിൻ്റെ അരികിലെത്തുവാൻ സാധിക്കും. എന്താ? പ്രിയപ്പെട്ട ഷാമിൽ, എനിക്ക് വേണ്ടി അത് പറഞ്ഞു തരണം. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അതാ നമ്മുടെ ഹംദ ഷാമിൽ പറയുന്ന ആ ഒരു ചരിത്രകഥ കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. പറയൂ പറയൂ ഷാമിൽ, ഞാൻ കേൾക്കുവാൻ റെഡിയാണ്. അതനുസരിച്ച് എന്നാൽ എനിക്ക് പ്രവർത്തിക്കാലോ. ഷാമിൽ ചരിത്രം പറയുകയാണ് അവളോട്. ഹംദ അത് ശ്രദ്ധാപൂർവം കേട്ടു നിൽക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.